ഞാൻ ഒന്ന് കിളക്കൊന്ന് കൊടുത്തു, വെറുതെ കൊടുത്തു. പക്ഷെ എന്റെ പേരിലൊന്നും വന്നിട്ടില്ല കേട്ടോ, അന്നൊന്നും പറഞ്ഞിട്ടില്ല. അവളെ വീട്ടിലെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പറയാൻ പറ്റില്ലല്ലോ. ഇതിൽ ഈ പയ്യനെ ഞാൻ ഒരു വാക്ക് തെറ്റു പറയത്തില്ല. ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഒരുത്തി കൊണകൊണയെന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അവളെ വേണം ആദ്യം പത്തല് വെട്ടിയടിക്കാൻ. അവനല്ല പറയുന്ന, അവനോ കണ്ട അവനോ അല്ല ക്യൂരിയോസിറ്റി. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അവക്കുള്ളതാണ് ക്യൂരിയോസിറ്റി, അല്ലേ? ഇതിപ്പോ അവളാണ് ആ സാഹചര്യത്തിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയധികം ക്യൂരിയോസിറ്റി പോയിട്ട് വേറൊരു സിറ്റി അവൾക്ക് ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കണേ. അവസാനം കണ്ടത് അവളുടെ കുളിസീനാന്ന് പറയാഞ്ഞത് ഭാഗ്യം. അത് കണ്ടിരുന്നെങ്കിൽ അവളുടെ മുഖത്തിന്റെ ഭാവം എന്നറിയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. കഷ്ടം തന്നെ. ഇതൊക്കെയാണ് ഇന്റർവ്യൂ. ഹലോ ഗൈസ്, ഇപ്പം സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആണ് വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുള്ള തൊപ്പിയുടെ മമ്മുവിന്റെ ഒരു ഇന്റർവ്യൂ. ഈ തൊപ്പീന്റെ വീഡിയോസ് അവന്റെ ഒറ്റയ്ക്കുള്ള സ്ട്രീമിങ്ങുള്ള സമയത്തൊക്കെ ഞാൻ കാണാറുള്ളൂ. ഈ വാനരപ്പടകൾ എല്ലാവരും വന്നതിന് ശേഷം ഞാൻ ആ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാറില്ല. പിന്നെ ഫസ്മിന സക്കീറിന്റെ ഇഷ്യൂവിന്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒട്ടും കാണാറില്ല. ഇപ്പം പുതിയതായിട്ട് വന്നാൻ തോന്നുന്നുണ്ട് ഈ വാനരപ്പടകളൊക്കെ. എഡിറ്റിങ്ങളൊന്നും എനിക്ക് അറിയ പോലുമില്ല. ആകെ തൊപ്പിനെ മാത്രമേ അറിയുള്ളൂ, അവന്റെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ എനിക്ക് തോന്നുന്നു 18 വയസ്സായിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ. ആരോട് ചോദിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല പക്വതയില്ലാത്ത സ്വഭാവമാണ് എന്ന് തന്നെ പറയാം. ഞാൻ ഒന്ന് കിളക്കൊന്ന് കൊടുത്തു, വെറുതെ കൊടുത്തു. പക്ഷെ എന്റെ പേരിലൊന്നും വന്നിട്ടില്ല കേട്ടോ, അന്നൊന്നും പറഞ്ഞിട്ടില്ല. അവളെ വീട്ടിലെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പറയാൻ പറ്റില്ല. ഈ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സംസാരത്തിന്റെ ഇടയ്ക്ക് അറിയാതെ വായിന്ന് വീണു പോയതാണ് ആ ഒരു വർത്തമാനം എന്നാണ്. എവിടെ എന്ത് പറയണോ എന്നൊരു ലൈസൻസ് ഇല്ലാത്ത പയ്യനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അവന്റെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇറങ്ങിയതിന് ശേഷം കുറച്ച് സ്ട്രീമിങ്ങിന്റെ അല്ലറ ചില്ലറ വീഡിയോസും ഷോർട്സും ട്രോൾസും ഒക്കെ കാണാൻ തുടങ്ങി. ആ സമയത്തെ മനസ്സിലാവുന്നുണ്ട് ഒരു പക്വതയില്ലാത്ത സംസാരം, നിലവാരമില്ലാത്ത പെരുമാറ്റമൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് അറിയാതെ വായിന്ന് വീണു പോകാനായിരിക്കാനാണ് സാധ്യത. ആ ഒരു മുഖമറക്കൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ പിടികൂടിയത് അവതാരിക അല്ല അവരാധിക, ആ ഒരു പെണ്ണുപിള്ളയാണ്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. പുള്ളിക്കാരിന്റെ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഇത് എന്താണ് എന്ന് അറിയാനുള്ള ത്വര സത്യത്തിൽ ആ പെൺകുട്ടിക്കാണ്. ഈ ഒരു ഉത്തരം അവന്റെ വായിന്ന് വീണ സമയത്ത് സംഭവം വേറെ ഏതോ ലൈനിലാണ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അവിടെ അത് കിള്ളി എടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു സംഭവം, അവിടെ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടു നോക്കാം. ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ക്യൂരിയോസിറ്റി ത്വര അവളുടെ ബാക്കി ഞാൻ പറയുന്നില്ല. ഇതിപ്പോ സ്വന്തം വീട്ടിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ തനിക്കാണ് ആ അനുഭവം, തന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒക്കെ ഉണ്ടാവും ഈ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ്. എന്തിനാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഈ ഒരു കാര്യം കിള്ളി ചോദിക്കുന്നതിൽ? അല്ല, ഞാൻ ആലോചിച്ച് നോക്കുക, ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. ആ സമയത്തെങ്കിലും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ള ഒരു മര്യാദ ഇവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടി. ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ സൃഷ്ടിക്കും, അല്ലറ ചില്ലറ. പക്ഷെ അവര് ഇത്രയധികം വ്യാപ്തി ആ അവതാരികയ്ക്കും കൂടെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്ന് കരുതി കാണത്തുണ്ടാവില്ല. ഈ പുള്ളിക്കാരിന്റെ വിവരം സോറി പറച്ചിലൊന്നും ഇതുവരെ കണ്ടില്ല. എല്ലാരും കൂടെ എടുത്ത് പഞ്ഞി കിട്ടോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാരും കൂടെ വീടടക്കം കത്തിച്ചോ? ഒരു വിവരമില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതിലും മമ്മു ബെസ്റ്റ്. രണ്ടാളും ഞാൻ അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് രാത്രിയാണോ പോവാ? രാത്രി പകലും. എന്തൊരു കഷ്ടാണല്ലേ. ഒരുപാട് വീടുകളിൽ പോവാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ പയ്യൻ. എത്ര പെൺകുട്ടികളുടെയാണ് ഇത്? തമാശയായിട്ടാണോ ഈ അവതാരികയ്ക്ക് തോന്നുന്നത്? എന്നിട്ട് പുള്ളിക്കാരി ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുകയാണ് രാത്രിയാണോ പകലാണോ എന്നുള്ളതൊക്കെ. ഈ ഒരു അവതാരികന്റെ ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പം സ്ക്രീനിന്റെ മുമ്പിലായതുകൊണ്ട്, ഇതിപ്പോ സ്ക്രീനിന്റെ അല്ലാത്ത സമയത്ത് ആരെങ്കിലും ഒരാൾ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയൊക്കെയാ ചെയ്തത് എന്നുള്ളത് ഒരു ചളുപ്പുമില്ലാതെ ഈ പുള്ളിക്കാരി ചോദിക്കുമല്ലോ. അത്രയ്ക്കേ ഉള്ളൂ അവരുടെ നിലവാരം. ഇപ്പൊ അതിന്റെ ശേഷമുള്ള ഇന്റർവ്യൂസിന്റെ കഥകളാണ്. ഒളിച്ചോടിയ കപ്പിൾസ്, ഇങ്ങനെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെ എന്തെങ്കിലും തെറി വിളിച്ചിട്ടുള്ള ആളുകൾ, പിന്നെന്താ ഈ 80+ കണ്ടന്റ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടന്റ് ആക്കി ചെയ്യുന്ന കപ്പിൾസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പം ഇവർ ഇന്റർവ്യൂക്ക് വേണ്ടി വിളിക്കുന്നത്. കഷ്ടം തന്നെ ഇവരുടെ ഒരു അവസ്ഥ.
ഈ സ്ത്രീകളെന്ന് പറയുന്ന ആളുകളെ എന്തോ ഒരു മുട്ടായി പോലെയാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ഭൂരിഭാഗം പുരുഷന്മാരും ഈ വർണ്ണക്കടലാസിനകത്ത് പൊതിഞ്ഞു വെച്ച് എന്തോ ഒരു വലിയ സംഭവം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അതെന്താണ്, അതെങ്ങനെയാണ് എന്നൊക്കെ കാണാനും അറിയാനുള്ള ഒരു ചിന്താഗതി കൊണ്ട് പല ആണുങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഇവിടെ തന്നെ 2-3 കേസായിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് പുരുഷന്മാരെയൊക്കെ. ആ ഒരു അളവിൽ നോക്കുന്ന സമയത്ത് തന്നെ ഇതിന്ന് ഇവർക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്, സുഖം എന്താണ് എന്നുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായ ഒരു മറുപടി ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരുപാട് പേരുടെ കുളിസീൻ കണ്ടു എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീകളുടെ അവസ്ഥ ഒരുപക്ഷെ അത് അവർ കണ്ടിട്ടുണ്ട്, അത് അവർ സെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മെമ്മറി അവർ എത്ര കാലം ഹോണ്ട് ചെയ്യും അല്ലെങ്കിൽ വേട്ടയാടും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവരൊരു സ്ത്രീ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു സ്ത്രീയല്ലേ, അവർക്ക് ചിന്തിച്ചുകൂടെ ആ ഒരു സ്ത്രീ, ഈ ഒരു ഇൻസിഡന്റ് നേരിട്ടൊരു സ്ത്രീ എത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം. ഈ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വില കുറവാണോ? ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീന്റെ കുളിസീൻ കണ്ടു എന്ന് പറയുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചോദിച്ച് മനസ്സിലാക്കുന്നത്. പോയിട്ടുണ്ട്, അതായത് രാത്രിയാണോ പോവാ? രാത്രി പകലിൽ ഓടിട്ട് വരുന്നത് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ല. പുറത്തുനിന്ന് പോയി ദിനം അങ്ങനെ ചെയ്യുന്നുണ്ടായല്ലോ. ഈ പറയുന്നവനും ഈ കേൾക്കുന്ന ഇവളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇവർക്ക് രണ്ടുപേർക്ക് ഏതോ തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അവർ രണ്ടുപേരും പബ്ലിക്കായിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന ഉത്തരങ്ങളും എന്താണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയാതെ വായിന്ന് വീണുപോയി. പക്ഷെ ഈ അവതാരിക അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി, അത് എടുത്ത ഒരു രീതി തമാശയായിട്ടൊക്കെയാണ്, അത്രയും സീരിയസ്നെസ് ഇല്ലാതെയാണ് ആ ഒരു സംഭവം, അവന്റെ വായിന്ന് വീണ ആ ഒരു വാക്ക് അവരെടുത്തത്. അപ്പൊ ആ പയ്യൻ വിചാരിച്ചു ഓക്കെ ഇത് ഓക്കെയാണ്, ഇന്റർവ്യൂവിൽ ഇതൊക്കെ പറ്റും, ഇത് 4 ആൾ കേട്ടാൽ ഒരു പ്രശ്നവും ഇല്ല, ആളുകൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഫ്രണ്ടിലിരിക്കുന്ന അവതാരികേന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പയ്യൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ഇതിപ്പം വളരെ രഹസ്യം. ഇപ്പൊ ഒരാളുടെ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിം തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് നാണക്കേടിലും കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകാം. മുഖത്ത് നോക്കാൻ തന്നെ ഒരു ചളുപ്പൊക്കെ ഉണ്ടാവും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്തോരം മാറിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടം നിൽക്കുന്നത് നോക്കിക്കേ. പബ്ലിക്കായിട്ടാണ് വന്നിരുന്ന് പറയുന്നത് കുളിസീൻ കാണാറുണ്ടെന്നൊക്കെ. ആദ്യമൊക്കെ കുളിസീൻ കാണുന്ന ആൾക്കാരെ എടുത്തിട്ട് പെരുമാറുമായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ അവരെയൊക്കെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാല് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഈ വനിതാ കമ്മീഷൻ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ പയ്യനെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഈ പയ്യന് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു അഴുക്കച്ചക്കനാകും കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത്. ഇവനെ ന്യായീകരിക്കുന്നില്ല, അവന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ഏജിൽ കുളിസീൻ കാണുന്ന പുരുഷന്മാരുണ്ട്. ഈ ഒരു പ്രായത്തിന്റെ കുഴപ്പമാണ് അതൊക്കെ. ബ്ലൂ ഫിലിം കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു സ്ത്രീന്റെ ചെസ്റ്റ് ക്ലീവേജോ അല്ലെങ്കിൽ സാരി ഉടുക്കുന്ന സമയത്ത് വയറിന്റെ അരിക്കോ ഒക്കെ കാണുന്ന സമയത്ത് അതിലോട്ട് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന പുരുഷന്മാർ നാട്ടിലുള്ള കാലം തന്നെയാണിത്. അതിലൊന്നും മാറ്റങ്ങളില്ല. ആദ്യം പണ്ട് മുതലേ സ്ത്രീകൾ അത്തരത്തിലാണ് പുരുഷന്മാരെ നോക്കിക്കൊണ്ടിരുന്നുള്ള കാര്യങ്ങൾ സിനിമയിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഈ പയ്യന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് വെളുപ്പിക്കാൻ നോക്കുകയല്ല, മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ അത് നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്നവളുണ്ടല്ലോ, അവളാണ് ഏറ്റവും വലിയ പോയിസൺ. എങ്ങനെ എന്ത് ചോദിക്കണം അത് സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന കാര്യമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സംഭവം പറയരുത് എന്ന് പറയാം. അതല്ലാതെ എന്താ പറയേണ്ടത് ഇതിനൊക്കെ? പിന്നെ ഇപ്പൊ തൊപ്പീന്റെ ഇതിനകത്തൊരു ലൈവോ സ്ട്രീമോ എന്തോ ഇവനെ പുറത്താക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് അതിൽ വന്ന് കരഞ്ഞു മെഴുകുന്നതൊക്കെ കണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ, പുറത്താക്കണം എന്ന് പറയുന്നവര് നമ്മളെല്ലാരും ഒരു ടീമിലുള്ളല്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറ. തുറന്നു പറ. പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? പിന്നെ നിങ്ങൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ. ഒരു തെറ്റോ ചെയ്ത ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ടി നിൽക്കല്ല വേണ്ടത്. നമ്മുടെ ടീമാണ്, ശരിയാണ്, ഗാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റോ ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് ഇല്ല, അയ്യോ, ഈ കരച്ചില് കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നുണ്ട്. ഒരു 10 വെട്ടി 2 അടി കൂടുതൽ കൊടുക്കും. ഇത്തിരിയും കൂടെ ആഘാതത്ത് കരയട്ടെ. ഇത് കുറച്ച് കുറഞ്ഞു പോയി കരച്ചില്. എന്തോ ഒരു കഷ്ടമാണ്. ഇങ്ങനെയാണോ കരയുന്നത്? ഇത്രയും വലിയ കാര്യം ഒപ്പിച്ചു വെച്ചിട്ട്. എന്തോരം സ്ത്രീകളുടെ മാനമാണല്ലേ കുളിസീൻ വഴി കണ്ടു എന്ന് പറയുന്നത്. എനിക്കത് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും എന്തോ ഒരു ഇത് അവനെ ആ ഒരു ഇവിടുന്ന് തന്നെ പുറത്താക്കണം. അവനെ വല്ല ദുർഗുണ പരിപാല പാഠശാലയോ അങ്ങനെ ഏതാണ്ടോ സ്ഥലത്തൊക്കെ കൊണ്ട് ഇരുത്തുന്നതായിരിക്കും നന്നാവുക. കുറച്ചും കൂടെ പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടണമെന്നൊന്നും പറയുന്നില്ല.
അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അല്ലെങ്കിൽ ചീത്തപ്പേരുമ്പോ ചീത്തപ്പേര് വരും. പണിഷ്മെന്റ്, തെറ്റ് ചെയ്ത പണിഷ്മെന്റ് എന്തായാലും വേണം. അപ്പം പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് തീരുമാനിച്ച് അവരായിട്ട് തന്നെ കൊടുക്കട്ടെ. പക്ഷെ അവതാരിക ഇതുവരെ പുറത്തോട്ടും വന്നിട്ടില്ല, ഒരു സോറിയും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരിന്റെ വിവരമേ ഇല്ല എന്താണ് ഏതാണ് എന്നുള്ളതൊന്നും. അവർ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു എന്നാണ് തോന്നുന്നത്. അവരുടെ ചാനലിൽ ഇപ്പോൾ ആ വീഡിയോ കിടപ്പില്ല. പക്ഷെ ഒരുപാട് പേര് അതിന് മുമ്പേ അത് എടുത്തു വെച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എത്ര നിസ്സാരമായിട്ടാണ് ആ രംഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം. ഇതിപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ മറുക് വരെ അവർ ചോദിച്ച് മനസ്സിലാക്കിയാണ്. കാലത്തിന്റെ പോക്കേ. മറ്റൊരു വീഡിയോ ആണ്. ബൈ.